tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഗുഡ് മോർണിംഗ് സർ. ഹലോ ദീപക്. ഹായ് സർ. ഇരിക്കോ. ഹൗ ആർ യു? ഐ എം ഫൈൻ. ലിറ്റിൽ ബിറ്റ് ഡ്രൗസി. ആൻറ്റിബയോട്ടിക് കുറച്ച് അധികമായി തോന്നുന്നത്. എന്താ പറഞ്ഞേ? ഏയ് ഒന്നുമില്ല. എനി ഇംപ്രൂവ്മെന്റ്സ്? കേസിപ്പോ ക്രിമിനൽ സൈക്കോളജിസ്റ്റാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. വാട്ട്? ക്രിമിനൽ സൈക്കോളജിസ്റ്റോ? അതെ, ക്രിമിനൽ സൈക്കോളജിസ്റ്റ്. ഒരു കുറ്റകൃത്യം ചെയ്ത കുറ്റവാളി അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നവന്റെ മാനസിക നില നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാൾ. റിയലി? ശരിക്കും ആശ്ചര്യം തോന്നുന്നു. ആശ്ചര്യപ്പെടേണ്ട കാര്യം എന്തിരിക്കുന്നു? പൊതുവെ അദ്ദേഹത്തെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയാണ് വിളിക്കാറ്. ഒരു ക്രിമിനലിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കി അവൻ ചെയ്ത ക്രിമിനലിസം പുറത്തു കൊണ്ടുവരും. ഫൈനലി they also appeal in the court to submit their findings. That's great. May I know who he is? Of course. He is on the way. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തും. മിസ്റ്റർ അജിത് പാണ്ഡെ ഫ്രം മുംബൈ. ദീപക്, ഐ ആം സോറി ടു സേ ദിസ്. ഇന്ന് രാത്രി മുഴുവൻ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും. What? ഹലോ സർ. ഹായ്. വെൽക്കം ടു നാഗർകോവിൽ സർ. താങ്ക് യു. വിജയ്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അതെ സർ. Am I right? എക്സാക്ട്ലി. നിങ്ങളെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സർ, മലയാളം? ഒരു വർഷം ഞാൻ ട്രിവാൻഡ്രം ബോർഡറിലായിരുന്നു. അതുകൊണ്ട് മലയാളം എനിക്ക് കുറച്ച് അറിയാം. ലിറ്റിൽ ബിറ്റ് സ്പീക്ക് ഓൾസോ ആൻഡ് ലിറ്റിൽ ബിറ്റ് അണ്ടർസ്റ്റാൻഡ് ഓൾസോ. ദാറ്റ്സ് ഫൈൻ സർ. ഓക്കേ. ഇന്ന് കാലാവസ്ഥ വളരെ നന്നായിട്ടുണ്ട്. ബട്ട് ദ ടോപ്പിക് ഈസ് ഹോട്ട്.
Let's come to the point. പറയണം സർ. Mr. Vijay, I went to the mortuary, saw the bodies. വളരെ ഭീകരമായിരുന്നു. So bad. സർ, കൊലപാതകം നടന്ന വിധം, ബോഡിയുടെ കണ്ടീഷൻസ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതോ അദൃശ്യമായ ശക്തിയായിരിക്കണം ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് ഞാൻ വിചാരിക്കുന്നു. What rubbish. ഇതെന്താ ഫാന്റസി സിനിമയാണെന്ന് വിചാരിച്ചു. This is reality. Come inside. ഗുഡ് മോർണിംഗ് സർ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. Oh, okay. മിസ്റ്റർ നായർ, ഫയൽ കൊണ്ടുവരൂ. ശരി സർ. സർ, സാർ, ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട് സാർ. Well, ഇതിൽ 2 ഫോറിനേഴ്സും കൊല്ലപ്പെട്ടിരിക്കുന്നു. That makes it a little complicated. യെസ് സർ, UK എംബസിയിൽ നിന്ന് വിളിച്ചിരുന്നു. Obviously, this has become an international issue. എനിക്കെന്താ തോന്നുന്നു വെച്ചാ ഈ കേസ് ഇന്ന് തന്നെ അങ്ങ് തീർക്കാം. എനിക്ക് വിശ്വാസമുണ്ട് സർ. സാർ, എന്തെങ്കിലും കുടിക്കാൻ വേണോ? കോഫി, ടീ, അങ്ങനെ എന്തെങ്കിലും? നോ താങ്ക്സ്. അദ്ദേഹത്തോട് വരാൻ പറയൂ. യെസ് സർ. അയാളെ പുറത്തേക്ക് ഇറക്ക്. പുറത്തേക്ക് വാ, സാറ് വിളിക്കുന്നു. ദാ അവിടെ. വരൂ ദീപക്. സാർ, ദിസ് ഈസ് മിസ്റ്റർ ദീപക്, ഇന്റർനാഷണലി അക്ലെയിംഡ് ഫോട്ടോഗ്രാഫർ. ദീപക്, സാറാണ് അജിത് പാണ്ഡെ, ഹലോ സർ. വേൾഡ് റീനോൺ ക്രിമിനൽ സൈക്കോളജിസ്റ്റ്. വരൂ, സിറ്റ് ഡൗൺ. വരൂ, ഇതിലിരിക്കൂ. സിഗരറ്റ്? നോ താങ്ക്സ്. So, what you do? ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, പിന്നെ ഫാഷൻ ഡിസൈനിങ് ഫോട്ടോഗ്രാഫിയും ചെയ്യും. പിന്നെ ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഞാൻ ചെയ്തത് കാലണ്ടർ ഫോട്ടോഷൂട്ടായിരുന്നു. Calendar photo shoot. What is that? Explain. ചില മൾട്ടിനാഷണൽ കമ്പനീസ് പബ്ലിസിറ്റിക്ക് വേണ്ടി കാലണ്ടർ ഉണ്ടാക്കാറുണ്ട്. അതിന് ടോപ്പ് ആക്ടേഴ്സ്, ഇന്റർനാഷണൽ മോഡൽസിനെയൊക്കെയാണ് പങ്കെടുപ്പിക്കാറ്. വർമ്മ ഡിസ്ലറി MD മിസ്റ്റർ വർമ്മയ്ക്ക് വേണ്ടി ഈ അസൈൻമെൻറ്റിനെ ഞാൻ സമ്മതിച്ചു. വർമ്മ? അതെ സർ, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഹീ ഈസ് വെരി ക്ലിയർ. അദ്ദേഹം മുഴുവനായും ദീപകിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഹീസ് റൈറ്റ്. ഞങ്ങളിത് വളരെ കോൺഫിഡൻഷ്യൽ ആക്കി വെച്ചിരുന്നു. കോൺഫിഡൻഷ്യൽ? ഓക്കെ. ടെൽ മീ അബൌട്ട് യുവർ യൂണിറ്റ്. ആരൊക്കെയാണ്? നിങ്ങളുടെ യൂണിറ്റിൽ എത്ര പേരുണ്ടായിരുന്നു? ലൈറ്റ് ഓഫീസേഴ്സ് എത്ര പേരായിരുന്നു? ഞാൻ ഈ അസൈൻമെൻറ്റിന് വേണ്ടി 5 ടോപ്പ് മോഡൽസിന് സെലക്ട് ചെയ്തു. അതിൽ 2 പേര് ഫോറിനേഴ്സാണ്. റോമ ഫ്രം UK, കാത്തറിൻ ഫ്രം ഹോളാൻഡ്. മറ്റു 3 പേരും ഇന്ത്യൻ ടോപ്പ് മോഡൽസ്. പ്രീതി ഫ്രം ബാംഗ്ലൂർ, നയന ഫ്രം മുംബൈ, മോണിഷ ഫ്രം ചെന്നൈ. ഇവർ കൂടാതെ എൻ്റെ 2 അസിസ്റ്റൻറ്റ്സ്, ഗുരു ആൻഡ് കമൽ. പിന്നെ വർമ്മ കമ്പനിയുടെ ഭാഗത്തു നിന്ന് മാനേജർ ജോണി. ഞങ്ങളെല്ലാവരും ഫോട്ടോഷൂട്ടിന് വേണ്ടി പോയിരുന്നു. റോമ ആൻഡ് കാത്രീൻ ഇന്ത്യൻ സിറ്റിസൺ? ഇല്ല സർ, അവർ വർക്കിംഗ് വിസയിലാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നിറയെ എക്യുപ്മെന്റ്സ്, ലൈറ്റ് ഓഫീസേഴ്സ് എല്ലാവരും ഉണ്ടായിരിക്കുമല്ലേ? ഇല്ല സർ, എൻ്റെ സിനിമ ഷൂട്ടിംഗ് അല്ല. ഇറ്റ്സ് എ ഫോട്ടോഷൂട്ട്. 1 ക്യാമറ, 1 റിഫ്ലക്ടർ. അതാണ് എൻ്റെ യൂണിറ്റ്. ഫൈൻ, തുടരട്ടെ. ഫിക്സ് ചെയ്ത ലൊക്കേഷൻ കോസ്റ്റൽ സൈഡ്. സം അമേസിംഗ് ബീച്ച് ബാക്ക്ഡ്രോപ്സ്. അറേബ്യൻ സീയിലുള്ള നോ മാൻ ഐലാൻഡ്. അവിടെ ഒരു നെറ്റ്വർക്കും കിട്ടില്ല. ആ ഐലൻഡിൽ വെച്ചാണോ മർഡർ നടന്നത്? യെസ് സർ. റിസോർട്ടിൽ ഞങ്ങൾക്കൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ അസിസ്റ്റൻസും ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയിരുന്നു. തുടർന്ന് പറയൂ, എന്താ സംഭവിച്ചത്?
ഏയ്, എക്സസൈസ് ചെയ്തതൊക്കെ മതി, പെട്ടെന്ന് വാ. സാർ അടിപൊളിയാണ് സാർ. കാരണം എന്താ വെച്ചാ നമ്മൾ പറഞ്ഞ സമയത്തിനെക്കാട്ടി നേരത്തെ എത്തിയില്ലേ. സാർ എന്തൊരു സ്പീഡിലാ വണ്ടി ഓടിക്കുന്നേ. നീ മിണ്ടാതെ വന്നിരുന്നെങ്കിൽ ഇതിലും സ്പീഡിൽ വന്നിരുന്നേനെ. അതൊക്കെ പോട്ടെ, ആ ജോണി എന്ന് വിളിച്ചേ. ശരി സാറേ. ഹലോ ചേട്ടാ, എവിടെയാ? ഓ അങ്ങനെയാണോ? ശരി ശരി സാറേ, ഇനി 1 മണിക്കൂറിനുള്ളിൽ വരുമെന്ന്. ആദ്യം ലഗേജൊക്കെ എടുത്തോണ്ട് വാ, കുളിച്ചിട്ട് നമുക്ക് ഫ്രഷ് ആവണം. ഓക്കെ സാർ. വാടാ വാടാ, പെട്ടെന്ന് എടുക്ക്. പോക്ക്. Come on, girls. എൻ്റെ അമ്മോ, അയ്യോ. Oh, what a beautiful place. My beautiful girls. ഞാനിപ്പോ നിങ്ങളെ റൂമിലേക്ക് വിളിച്ചുണ്ടോവാം. വേഗം റെഡി ആവണം. അതിനുശേഷം ഒരു ചെറിയ ഗെറ്റ് ടുഗദർ ഉണ്ട്. ഓക്കെ ഗേൾസ്, ഫോളോ മീ. ഹലോ ബോസ്. ഇനിയോ 2 ആളുടെ കുറവുണ്ടല്ലോ. 2 പേരും ഓൺ ദി വേ. വാട്ട് അബൌട്ട് റോമ? റോമ പാരീസിലേതോ ഫാഷൻ ഷോയിൽ കമ്മിറ്റ് ആയിട്ടുണ്ട് അത്രേ. അത് കഴിഞ്ഞിട്ട് നാളെ എത്താന്ന് പറഞ്ഞു. ബുൾഷിറ്റ്. എനിക്കറിയാം അവൾ എവിടെയുള്ളെന്ന്. MD ആണ് അവൾക്ക് പെർമിഷൻ കൊടുത്തതെന്ന് പറഞ്ഞു. ഷെഡ്യൂൾ ചെയ്യുന്ന ഞാനാണ്, പെർമിഷന് ഞാനാ കൊടുക്കേണ്ടത്. നിന്റെ MD വന്നാണോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത്? ഓക്കെ, ലീവ് ദാറ്റ്. അവരെപ്പോ വേണമെങ്കിലും വരട്ടെ. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. ഗേൾസ്, നാളെ തൊട്ട് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി റയർ ആൻഡ് യൂണിക് ഓഫ് എ കലണ്ടർ ഷൂട്ട്. ഐ ഹോപ്പ് യു വിൽ എൻജോയ് ഇറ്റ്. താങ്ക് യു ബോസ്. സാർ ഒരു മിനിറ്റ്. നാളെ എവിടെയാ ലൊക്കേഷൻ? ഇവിടെ തന്നെ. കോസ്റ്റ്യൂം ഏതാന്ന് പറയാവോ? ആദ്യം റൂമിലേക്ക് വാ, അവിടെ വെച്ച് നോക്കാം. ശരി സാറേ. ഓക്കെ സാർ. ഫസ്റ്റ് ഡേ തന്നെ പ്രോബ്ലമോ? അതെ, ഇത് എൻ്റെ പോളിസിയാ. എൻ്റെ എല്ലാ മോഡൽസും എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണം. ഇത് നിന്റെ ഫോട്ടോഗ്രാഫി ഇൻസ്പിറേഷൻ ആണോ? പറയൂ, തുടർന്ന് പറയൂ. ഇതെൻ്റെ ഇൻസ്പിറേഷനൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോരോ ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും സൂട്ടാവും. എല്ലാവരും എൻ്റെ കൂടെയാണെങ്കിൽ മോഡൽസിനെ ചേഞ്ച് ചെയ്ത് ഫോട്ടോഷൂട്ട് പെട്ടെന്ന് തീർക്കാം. അതിനു വേണ്ടിയാ. ഓ, ഈ റോമ എന്ന് പറയുന്നത് UK എന്ന് വന്ന മോഡലല്ലേ? യാ. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം ഉണ്ടായിരുന്നോ? ലൈക്ക് പ്രൊഫഷണൽ ജെലസി, ഈഗോ, സംതിങ്? അതുപോലെ ഒന്നുമില്ല. വി ആർ ആൾ ക്ലോസ് ഫ്രണ്ട്സ്. പ്രോബ്ലം ഇല്ലെങ്കിൽ ഇതിനൊക്കെ എന്താ കാരണം? അതിന് കാരണം അവൾ ഷോ ടോപ്പർ ആയിരിക്കുന്നുണ്ടാണ്. വാട്ട് ഈസ് ദ ഷോ സ്റ്റോപ്പർ?
വലിയ വലിയ മോഡലിംഗ് ഷോയിൽ മെയിൻ അട്രാക്ഷനെ ലീഡ് ചെയ്യുന്നവരെയാണ് ഷോ ടോപ്പർ എന്ന് പറയാറ്. അങ്ങനെയാണോ? അവള് ഷോ ടോപ്പർ ആയതിനു ശേഷം എൻ്റെ പ്രോജക്റ്റിലുള്ള ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. ഞാനതൊന്നും വലിയ കാര്യമാക്കിയില്ല. എൻ്റെ വർക്കിൽ ഞാൻ ഇൻവോൾവ്മെൻറ്റോടെ ആയിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും യു സ്റ്റിൽ സൈൻഡ് ഹർ. വൈ? ഓക്കെ, പിന്നെന്ത് സംഭവിച്ചു? അവളില്ലാതെ തന്നെ ഞാൻ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അവള് കാരണം ഞാൻ ഒരുപാട് അപ്സെറ്റായി. ഏയ് ജോണി, ജോണി വന്നേ. എന്റെ തലവിധി ഇങ്ങനെ ഓടേണ്ടി വരുന്നല്ലോ. യെസ് ബാസ്. ഇരിക്കടാ. സാരല്ലേ, ഞാൻ നിന്നോളാം. കുടിച്ചോ. വേണ്ട ബാസ്. ഏയ് എന്നോടാ കുടിക്കാൻ പറഞ്ഞ. ഞാൻ എപ്പോഴാ ബാസെ കുടിച്ചിട്ടുള്ളത്? നീ കുടിക്കാറില്ലേ? നീ ഒരിക്കലും കുടിച്ചില്ല. അതെ ബാസ്. റോമ പാരീസിലാണോ? എടോ മണ്ട, ബ്ലഡി ഷോ ടോപ്പർ. നിന്റെ MD ആണ് അവൾക്ക് കുറച്ച് ഓവർ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ബാസ് കുടിച്ചത് മതി. റൂമിൽ പോയി റെസ്റ്റ് എടുക്കൂ ബാസ്. വരൂ ബാസ്. ബിഗിനിങ് ഡേയ്സിൽ അവൾ എങ്ങനെയായിരുന്നു? പാറോടെ അവൾ എങ്ങനെയായിരുന്നു? ബാസ്, നമ്മുടെ ഓഫീസിലേക്കല്ലേ അവൾ ആദ്യമായിട്ട് ഫോട്ടോ കൊണ്ട് വന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ക്യാമറയുടെ മുന്നിൽ അവൾക്ക് നിൽക്കാൻ പോലും അറിയില്ലേ? അതെ ബാസേ. ഇപ്പോഴും അവൾക്കൊന്നും അറിയില്ല. അതെ ബാസ്. എന്താ അതെ ബാസ്? അവളൊക്കെ ഇപ്പൊ ഷോ ടോപ്പർ, മോഡലിംഗ് വേൾഡിൽ നമ്പർ 1. Only because of your MD, not because of her caliber. Yes boss. ഷോ ടോപ്പർ എങ്ങനെ ഉണ്ടാവണമെന്ന് നിനക്ക് അറിയോ? ഷേപ്പ് എങ്ങനെ ഉണ്ടാവണമെന്ന് അറിയോ? മോനിഷ ദീപകിനെ നോട്ടിടാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ. ഇവൾ ഫീൽഡിൽ വന്നിട്ട് 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. ദീപക് എന്തിനാ ഇവൾക്ക് മാത്രം ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ദീപക് എന്നെയാണല്ലോ ഫോട്ടോഷൂട്ടിന് കൂട്ടിയിട്ട് പോവാന്ന് പറഞ്ഞത്. ഇനി എന്നെ തഴഞ്ഞിട്ട് അവളെ എങ്ങാനും ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോവോ? നിന്നോട് ദീപകിനൊരു നോട്ടമുണ്ട്. നീ ഒരു ലക്കിയാണ്. ഇവിടെ എല്ലാവർക്കും ഞാനായിരിക്കും സംസാര വിഷയം. അല്ല, ഇവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് കാലണ്ടർ ഷൂട്ടിനാണോ അല്ലെ മൊബൈൽ ആഡിനാണോ? ഒന്നും മനസ്സിലാകുന്നില്ല. നടക്കട്ടെ ഗേൾസ്, നാളെ ഷൂട്ടിംഗ് ഇല്ല. ഹോളിഡേ, ജോളിഡേ. Roma and your MD.
യെസ്. ആ കറക്റ്റ്. റോമയെ ഈ അസൈൻമെന്റിൽ കമ്മിറ്റ് ചെയ്യാൻ ഇതാണ് കാരണം. അതെ സർ. ഈ കോൺഫിഡൻഷ്യൽ എല്ലാം അദ്ദേഹത്തിന് അറിയില്ലെന്നാണോ പറയുന്നേ? സോറി സർ, അതിനെക്കുറിച്ച് ഞാൻ പറയാം സർ. വർമ്മ ഇവർക്ക് ജോലി കാര്യങ്ങളിൽ നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ റോമയുടെ കാര്യത്തിൽ മാത്രം ഇവർ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. റോമ MD റിലേഷൻഷിപ്പ്, നിനക്കും മോണിഷയ്ക്കും തമ്മിലുള്ള ഇൻറ്റിമസി, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിന്റെ യൂണിറ്റിൽ ഒരു ഹെൽത്തി ഇൻറ്റിമസി ഇല്ല. Am I right? നോ സർ, ഞങ്ങൾക്കുള്ളിൽ ഒരു പ്രശ്നവുമില്ല, പിന്നെ ഒരു കോൺട്രവേഴ്സിയും ഇല്ല. ഓ ഓക്കെ ഓക്കെ, കണ്ടിന്യൂ. മോഡൽസിനെ പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഇൻറ്റിമസി. അവരെ കംഫർട്ടബിൾ സോണിൽ വെക്കാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണിത്, അതല്ലാതെ വേറൊരു ചിന്തയിലുമല്ല. അന്ന് ഷൂട്ടിംഗ് ബ്രേക്ക് ആയതുകൊണ്ട് ലൊക്കേഷൻ കാണാൻ പോയി. മോഡൽസൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ബീച്ചിലേക്ക് പോയി. അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി. ഞാനും വരുന്നു. Oh, let's go and have some rest. Okay. Okay. കൊന്നുകളയുന്നില്ല ഞാൻ. Hey, who the hell are you? ഞങ്ങൾ ദൈവത്തോളം കാണുന്ന കടലമ്മയുടെ മുമ്പിൽ തുണി അഴിച്ചിട്ട് അഴിഞ്ഞാണ് നടക്കാൻ ഞങ്ങൾ അനുവദിക്കുമെന്ന് കരുതിയോ? ദൈവമോ? നിങ്ങൾക്ക് ഈ കടലമ്മയെ ദൈവതുല്യം കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ കടൽ വെറും ഉപ്പുവെള്ളമായിട്ടേ തോന്നൂ. എന്നാൽ ഞങ്ങൾക്ക് ഈ കടലാണ് ദൈവം. ഇവിടെയുള്ള മരങ്ങളും ചെടികളും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പുച്ഛമായി കാണും, പക്ഷെ ഞങ്ങൾക്കതൊക്കെ ദൈവമാണ്. ഞങ്ങൾ ഈ കല്ലിലും മണ്ണിലും പ്രകൃതിയിലും ഒക്കെ ദൈവത്തെ കാണുന്നു. നിങ്ങൾ പട്ടണത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ കുടിച്ച് കൂത്താടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുന്നു മാത്രം വിചാരിക്കണ്ട, കൊന്നുകളയും ഞാൻ. Oh, come on, Preeti. Stop crying. നിങ്ങളെല്ലാം ഇങ്ങോട്ടാ വരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും നിങ്ങളെ കൂടെ വരുമായിരുന്നല്ലോ. അതെ സാർ, വലിയ ബോഡിഗാർഡാ. ഈ 4 പേരുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടായിരുന്നെങ്കിൽ അവൻ നിങ്ങളെ പുഷ്പം പോലെ എടുത്ത് കടലിൽ എറിഞ്ഞേനെ. കൊച്ചനെ, ഞാൻ കടപ്പുറത്ത് ജനിച്ച് വളർന്നവനാണ്. അപ്പൊ മീനിന് താനാണോ നീന്താൻ പഠിപ്പിച്ചേ? Hey, relax guys. Girls, nothing happened. Anyways, ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ചില സെന്റിമെന്റ്സ് ഉണ്ട്.
അതാരെങ്കിലും ഹേർട്ട് ചെയ്യുകയാണെങ്കിൽ അവരിങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക. സോ നെക്സ്റ്റ് ടൈം ബി വെരി കെയർഫുൾ, ഓക്കെ? നിങ്ങൾ എവിടെ പോയാലും ജോണിയെ കൂടെ കൂട്ടിക്കോളൂ. ലെറ്റ്സ് ഗോ. ആരാ അയാൾ? ലോക്കൽ ആളായിരിക്കും, മേ ബി എ ഫിഷർമാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അസിസ്റ്റൻസും മാനേജേഴ്സും ആരും എന്നെ കണ്ടില്ലേ? ഇല്ല, അവരെല്ലാവരും എൻ്റെ കൂടെയായിരുന്നു. വിത്തൗട്ട് സെക്യൂരിറ്റി 5 പെൺകുട്ടികൾ, ഇതൊരു റിസ്ക് ആയി തോന്നിയില്ലേ? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് മറുപടി പറയും ദീപക്. അല്ല, പ്രോപ്പർ സെക്യൂരിറ്റി ഇല്ലാതെ ഇന്റർനാഷണൽ മോഡൽസിനെ എല്ലാവരെയും നിങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നത്? റിസോർട്ട് വിട്ട് പുറത്തു വരുന്നത് ഞാൻ അവരോട് വാൺ ചെയ്തിരുന്നു. പക്ഷെ പറഞ്ഞത് കേൾക്കാതെ ബീച്ചിൽ പോയി. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? മോഡൽസൊക്കെ പേടിച്ചു പോയി. ഞാൻ അവരെ സമാധാനപ്പെടുത്താൻ ട്രൈ ചെയ്തു. എൻ്റെ അസിസ്റ്റൻസും തമാശയൊക്കെ പറഞ്ഞ് റിലീഫാക്കാൻ നോക്കി. പ്രീതി മാത്രം ആശ്ചര്യത്തിലായിരുന്നു. ഹായ്. ഹായ്. എന്തു പറ്റി? നിനക്ക് സുഖമെല്ലാം തോന്നുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നല്ല ടെമ്പറേച്ചർ ഉള്ള പോലെ ഉണ്ടല്ലോ. ജോണി, ജോണി. ഓ, അവിടെ ഉണ്ടോ? ഓടാനും കഴിയുന്നില്ല. ഗുഡ് മോർണിംഗ് ബാസ്. ഗുഡ് മോർണിംഗ്. പ്രീതിക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ട്, ഒരു ഡോക്ടറെ വിളിക്കേ. അങ്ങനെയാണോ? ഓക്കെ ബോസ്. ദീപക്, പ്രീതി, നീ ഇന്ന് ഷൂട്ടിന് വരണ്ട, റൂമിൽ തന്നെ റെസ്റ്റ് എടുത്തോ, ഓക്കെ? ഞാൻ വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഏയ് ഡോണ്ട് വറി. ഇന്ന് നീ ഡോക്ടറെ കണ്ട് റെസ്റ്റ് എടുത്തോ, അതിനുശേഷം ഇവിടെ ലൊക്കേഷനിൽ വന്നാൽ മതി. ഓക്കെ ബോസ്. ടേക്ക് കെയർ. താങ്ക് യു. കം ഓൺ പ്രീതി, കം. Hi Deepak. Hi everyone. Hi. How are you? അവിടെ നോക്കിയേ. Okay. കൺട്രോൾ. I'm so sorry darling. ദാറ്റ്സ് ഓക്കെ. So sweet of you. മതിയടി നിന്റെ ഒടുക്കത്തൊരു വാചകടി. You're naughty. ജോണി. യെസ് ബോസ്. എന്തിനാ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്? ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല, കൂട്ടിക്കൊണ്ടുപോ. ഓക്കെ ബോസ്. ഗേൾസ് ഫോളോ മീ. Okay, നമുക്ക് ആ നടക്ക് നടക്ക്. ഓ ഓ. നീ എല്ലാം റെഡിയാക്കി വെക്കേ, ഞാൻ വന്നേക്കാം. ഓക്കെ സാർ. ഓക്കെ സാർ. വാ പോവാ. റോമ, ഗെറ്റ് റെഡി. Okay darling, give me 1 hour. ഓക്കെ. ഗുരു സാർ. കൂട്ടിക്കൊണ്ടുപോ. ശരി സാർ. എല്ലാരും വരൂ വരൂ. ആ സൂക്ഷിച്ച്. നോക്കി നോക്കി. വാ വാ. ആ വരൂ വരൂ. നടക്ക് നടക്ക്. ആ അങ്ങനെ എന്റെ കൈ വന്ന് പിടിച്ചോ. അയ്യോ എന്റെ പാന്റ് ഒക്കെ നനങ്ങല്ലോ. ആ അങ്ങനെ തന്നെ. വരൂ വരൂ. വന്നോളൂ. രണ്ടുപേരും വാ. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കൂ. വാ, എന്റെ കൂടെ വാ. Beautiful location, right?
ഐ തിങ്ക് റിസോർട്ട് ഈസ് ഫുൾ സെക്യൂർഡ് പ്ലേസ്. അവിടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഹാ, ഉണ്ടായിരുന്നു. അയാള് റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആഹാ. അന്ന് റൂമ ജോയിൻ ചെയ്ത ദിവസമായിരുന്നു. പ്രീതിയുടെ പേടി അപ്പോഴും മാറിയിട്ടില്ലായിരുന്നു. ഞാനാണ് മാനേജർ അടുത്ത് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചുകൊണ്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ. ഓക്കെ. दीपक, दीपक, दीपक. दीपक, come on, Johnny. दीपक, Johnny. പ്രീതി എന്തിനാ ഒച്ചുണ്ടാക്കിയ? എന്ത് പറ്റി? അവിടെ അവിടെ അവൻ നിന്നെ അന്വേഷിച്ചോന്ന് നിനക്ക് എങ്ങനെ അറിയാം? വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വന്നതായിരിക്കും. അല്ല ദീപക്, അവൻ പെട്ടെന്നാ വന്നത്. എന്നെ ഒരുപാട് പേടിപ്പിച്ചവൻ. പ്രീതി, റിസോർട്ടിനകത്ത് വരുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ഫുൾ സെക്യൂരിറ്റി ഉണ്ട്. ഹായ് റോമ. ഹായ്, കം ആൻഡ് സിറ്റ്. താങ്ക് യു. യു വാണ്ട് എ ഡ്രിങ്ക്? നോ താങ്ക്സ്, ഇറ്റ്സ് ടു early for me. Deepak and you are very close? Oh, from my struggling days. Okay. I shall call him. Okay, sure. Excuse me. 1 second. Hello. Hi, darling. പറ. Come for a drink. No. Oh, come on, yeah. I can't come right now. And please don't drink too much, okay? We have shoot in the morning. എന്ത് പറ്റി? Roma, don't disturb me, all right? What? Am I disturbing you? Yes, I will disturb you. Please, Roma, don't go there. Sit down. No, please, sit down. Roma. Sit down. I'm going. Am I disturbing you? Am I disturbing you? Oh? Roma, എന്ത് പറ്റി? Yes, you are. What's wrong with you, Roma? Look at yourself. How you behaving? This industry runs only on glamour. The day that disappears, shoot will be nobody. You better take care of yourself. Roma, trust me. If you go at this rate, not me, nobody. I mean, nobody can help you. Just because of your godfather doesn't mean you're gonna survive. Models like you come and go every single day. Don't think you will be permanent.
ബോസ് ബോസ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നെന്റെ മൂഡ് ശരിയല്ല. വരൂ ബോസ്. അവരെ കോസ്റ്റ്യൂം, മേക്കപ്പ്, ബാക്ക് ഡ്രോപ്പ് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് ബോസ്. റെഡി. ഓക്കേ. കൂട്ടിക്കൊണ്ടുവാ. ഓക്കെ ബോസ്, വാടാ. റെഡി കാത്രിൻ? Turn your left. Come forward. Kamal, sir. Reflector reading. Position. Ready, Preeti? Not happening, Preeti. Once more. Okay, one more. Chin up, chin up. Okay. Next. Pose. Lovely. Now look at me. Fine. Nice, nice. Nice, Monisha. Come on. Smile. Monisha, relax. Okay. Johnny വിളിച്ചേ. ജോണി, ജോണി. ഓ, ഞാൻ അടുത്തല്ലേ നിക്കുന്നേ. എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? അതൊക്കെ പോട്ടെ, നിങ്ങളുടെ കമ്പനി ബ്രാൻഡ് അംബാസഡർ അങ്ങോട്ട് വിളിക്ക്. ഞാൻ വിളിച്ചു. ഫോണിൽ സംസാരിക്കുമ്പോ ഡിസ്റ്റർബ് ചെയ്യരുതെന്നാ പറയുന്നേ. പോയിട്ട് ഒന്നും കൂടി അവളെ വിളിക്ക്. നീ ഒരു കാര്യം ചെയ്യ്. അവളെ അടുത്ത് ചെന്ന് സ്നേഹത്തോടു കൂടി സംസാരിച്ച് ബോസ് വിളിക്കുന്നു പറഞ്ഞ് കമൽ, വിളിച്ചോണ്ട്. പോയി റൂമിൽ വിളിച്ചോണ്ട് വാ. ഓക്കെ. You need to understand what? Yep. Madam, my boss Deepak sir is calling. Okay, I'll be in a minute. Okay. The problem, Yuri, is you don't understand.
ബോസ് നല്ല Shall we കലപ്പില. begin? ദാറ്റ്സ് യുവർ പൊസിഷൻ. Hold this. മാഡം സിഗരറ്റ്. Okay. ഓക്കെ. Change. 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 Hey Deepak, can I see the pictures for a minute, please? It's not right. The expression and the lighting are not matching. Can What? do better. Excuse me. Try again. Ready? I'm ready. I'm sorry. Can I have a touch up, please? Ready, Roma? Okay, I'm ready. ഇല്ല. Change. It's not happening, Roma. It's not happening at all. What do you mean it's not happening? Back up. Hello. Hello. Connect to Mr. Verma, please. Sorry, sir. He's in a meeting and he's not able to attend any calls. Look, it's urgent. Okay. Let me try, sir. Please. Hello, Sir Deepak. Deepak. I'm in a meeting. I'm busy here. Sir, give me 2 minutes. I'm throwing Roma from shoot. Why? What happened? She is horrible, intolerable. She come with a bloody baggage and lots of What is attitude. the reason? Please continue the work. No, sir. It's just impossible. Bloody hell. Johnny! Johnny! Yes, boss. Photoshoot cancel. എത്ര ദിവസത്തേക്കാ? എന്റെ മൂഡ് ശരിയാവുന്നതായിരിക്കും. റോമ 5 വർഷങ്ങൾക്ക് മുമ്പ് ഗോവയിൽ ഡ്രഗ്സ് അടിച്ചുകൊണ്ട് കീറിപ്പോയൊരു ആൽബം കയ്യിൽ വെച്ചുകൊണ്ട് ഫാഷൻ ഷോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നീ എൻ്റെ പിന്നാലെയായിരുന്നു. പക്ഷേ ഇന്ന് നീ ഷോ ടോപ്പ്. മൾട്ടി മില്യൺ വർമ്മ നിന്റെ കയ്യിൽ. നിന്റെ ചളഞ്ഞ മോന്ത തന്നെ കാലണ്ടറിൽ വേണമെന്ന് ഒറ്റ കാല് നിൽക്കാം. എന്തിനു വേണ്ടി? ഷൂട്ട് നീ എനിക്ക് ബാക്കപ്പ് പറയുന്നോ? നിന്നെ ഞാൻ ഇൻഡസ്ട്രി വിട്ടേ പാക്കപ്പ് ചെയ്യടി. ഒരൊറ്റ അസൈൻമെന്റ് പോലും ഇല്ലാതെ നീ റോഡിൽ അലഞ്ഞ് നടക്കുവടി. യെസ്, ദാറ്റ് ഈസ് മൈ ടാർഗറ്റ്. പ്രീതി, റോമ, നീ ചെവി നുള്ളിയിരുന്നോ? നിന്റെ കണ്ണു മുമ്പിൽ തന്നെ ഇവളെ ഞാൻ നമ്പർ 1 മോഡലാക്കി കാണിച്ചുതരാം. പ്രീതി, ഇനി നീയാണ് നമ്പർ 1.
ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ. ഓ താങ്ക് യു ദീപക്. Come on, get up. Come. Don't touch me. You are trying to kill me? What? Are you crazy? I'm leaving. Go to hell. Johnny! Johnny! So you try to kill her. No, sir. നിങ്ങളും അങ്ങനെയാണോ കരുതുന്നത്? ഞാൻ എന്തിനാ അവളെ കൊല്ലണം? അവൾ നിന്നെ അപമാനിച്ചല്ലോ, അതുകൊണ്ട്. അത് സത്യമാണ്. ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നു, പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തു. കോംപ്രമൈസ് ആയി. എന്താ നിങ്ങൾക്ക് പേടിയായിരുന്നോ? അവളെ പേടിച്ചിട്ടൊന്നുമല്ല. ഈ പ്രൊഫഷൻ ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. ഇവരൊക്കെ എനിക്ക് വെറും പാസിംഗ് ക്ലൗഡ്സ് ആണ്. ഭംഗിയുള്ള ഫേസും ഗ്ലാമറും ഇരിക്കുന്നവരൊക്കെയാണ് ലൈഫ്. പക്ഷേ കയ്യിലെ ക്യാമറ പിടിക്കാനുള്ള ശക്തി ഉള്ളവർക്കും ഞാൻ ഇൻഡസ്ട്രി തന്നെ ഉണ്ടാവും. വളരെ നന്നായിട്ട് സംസാരിക്കുന്നു. നീയല്ലെങ്കിൽ റോമയെ തള്ളിവിട്ടതാരാ? അവളെ തള്ളിവിട്ടോ സ്ലിപ്പായി വീണോ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷെ അവളിത് വലിയ സീനാക്കി മാറ്റി. Good morning, madam. You had your breakfast? I don't want anything. I'm leaving. Why, madam? What happened? Deepak is gonna kill me and I'm scared. I'm gonna inform Mr. Verma and I'm leaving. No, madam. I think you are mistaken. Mistaken? Me? Never. I'm going. Madam, please. I will do one thing. I'll talk to Deepak. Don't take any wrong decisions. Please. Okay. Thank you. ഫ്രണ്ട്സ്, നമ്മളിവിടെ വന്നിരിക്കുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്.
This is our profession, which we all love and respect. ഈഗോയും ആറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ ആരെക്കൊണ്ടും മുന്നേറാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും മാത്രം സംഭവിക്കും. We'll all be losers. So, നമ്മുടെ കരിയർ നന്നായിരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ പ്രോജക്റ്റ് നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ആൻഡ് വൺ മോർ തിങ്, ഞാൻ അറിയാതെ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫോർഗീവ് മീ. ജോണി. യെസ് ബാസ്. റോമയെ പോയി വിളിച്ചോണ്ടെന്ന്. ഓക്കെ. Change. Lovely, Roma. Once more. Nice. Lovely, Roma. Lovely. Ready, Catherine? Lovely. Change.
Lovely, Roma. Change. Hi. Anything wrong? ബാസ് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. റോമ എവിടെ പോയെന്ന് അറിയില്ല. ഫോൺ ചെയ്ത് നോക്കിയോ? അതിന് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കല്ലേ. അവള് പോയിന്നാ തോന്നുന്നു. ലഗേജ് എല്ലാം റൂമിലുണ്ട് ബോസ്. അതവൾക്ക് 1 hour ഏർണിംഗ് മാത്രമാണ്. ലൈഫ് സെക്യൂർസ്. ബാസ് റിസോർട്ട് മുഴുവൻ അവളെ അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്, അവൾ എവിടെയെങ്കിലും പോയി കാണും. ഐ നോ ഹൗ ഫ്രം ദ ബിഗിനിങ് ഡേയ്സ്. ഷീസ് എ സൈക്കോ. അങ്ങനെയാണോ? ബോസിന് നീ തന്നെ ഇൻഫോം ചെയ്തേക്ക്. ഓക്കെ ബാസ്. ഗേൾസ് ഫോളോ മീ. വാട്ട്? റോമ മിസ്സിംഗ്? ഇതൊരു സീരിയസ് പ്രോബ്ലം ആണെന്ന് തോന്നിയില്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് അവളെ കുറിച്ച് നന്നായിട്ട് അറിയാം. കോൾ ഷീറ്റ് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാറില്ല, സമയത്തിന് ഷൂട്ടിങ്ങിൽ വരുമില്ല, ലൊക്കേഷനിൽ നിന്ന് എപ്പോഴും എസ്കേപ്പ് ആവും. ഈ എല്ലാ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ഡെഡിക്കേറ്റഡ് ഫോട്ടോഗ്രാഫറായ നിങ്ങൾ അവളെ എന്തിനീ ഫോട്ടോഷൂട്ടിന് അഫോർഡ് ചെയ്തു? നിങ്ങളുടെ MD മിസ്റ്റർ വർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ കോംപ്രമൈസ് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തോ ഉദ്ദേശം വെച്ച ആ പ്രോജക്റ്റിൽ വിളിച്ച പോലെയാണല്ലോ നിങ്ങൾ പറയുന്നത്. യെസ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സർ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? That's true. We have to deal with all the probabilities. ഹലോ. യെസ് സർ, പറയൂ സർ. ഓക്കെ സർ, ഇപ്പം തന്നെ ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം സർ. താങ്ക് യു സർ. സർ, ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാ ഫോൺ. ഇംഗ്ലണ്ട് കൂടാതെ ഹോളണ്ട് എംബസിയിൽ നിന്നാ ഫാക്സ് വന്നിരിക്കുന്നത്. അത് കളക്ട് ചെയ്യാൻ പറഞ്ഞു. Not now. Let's finish this job first. യെസ് സർ. ഇവിടെ നോക്കൂ ദീപക്, ഈ ഇൻസിഡന്റ് ഗവൺമെന്റിന് വലിയ ഹെഡേക്കാണ്. ഇന്റർനാഷണൽ പ്രോബ്ലം ക്രിയേറ്റ് ആകാൻ വേണ്ടി ഇങ്ങനൊരു സാധനം കിട്ടിയാൽ മതി. സോറി സർ, ഇതൊക്കെ ആര് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റോമ വന്നു, ശല്യപ്പെടുത്തി. അവള് പെട്ടെന്നൊരു ദിവസം ലൊക്കേഷൻ എന്ത് കാണാതെ അന്ന് ഏതോ ഒരു സ്ട്രേഞ്ചർ വന്ന് പ്രീതിനെ ഒന്ന് അടിച്ചു. ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ എനിക്കെന്റെ ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടി വന്നു. പ്രീതിയുടെ വീട്ടിലും ഇതിനെക്കുറിച്ച് ഇൻഫോം ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. കാത്രീനും എന്റെ പിന്നാലെ തന്നെയായിരുന്നു. ഷീ ഈസ് ആൻ ഇന്നസെന്റ് ഗേൾ. വാട്ട് അബൌട്ട് റോമ? ഇൻഫർമേഷൻ വല്ലതും കിട്ടിയോ? ഐ ഡിഡ്ന്റ് ബോദർ. കാരണം എനിക്ക് ഈ പ്രോജക്റ്റിൽ അത്രയും പ്രശ്നങ്ങളായിരുന്നു. ഒന്നിനെക്കുറിച്ച് ആലോചിക്കാനും ഒരു മൂഡുമില്ല. ആരത്? വെയിറ്റ്. കാത്രീൻ,
Catherine, are you okay? I don't know, somebody pushed me. First Preeti, next Roma, then Catherine. അവന്റെ ഉദ്ദേശം എന്തായിരുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഞങ്ങളവിടെ നിൽക്കുന്നത് അവനെ ഇഷ്ടപ്പെടില്ലെന്ന് മാത്രം മനസ്സിലായി. ഞങ്ങളെ ചിലപ്പോൾ അവിടെ നിന്ന് വിരട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. ഒരു പ്രാവശ്യം പോലും അവന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലെന്നാണോ? ഇല്ല. ബാഡ് ലക്ക്. ആ ഭാഗ്യം നിങ്ങൾക്കില്ലെന്ന് തോന്നുന്നു. ആ ഭാഗ്യം താനേ വന്നതാ. ബാസ്, ഒരു ഐഡിയ. എന്താ ഐഡിയ? പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ? പോലീസിനെ കംപ്ലൈന്റ് ചെയ്ത് എന്ത് ചെയ്യാനാ? കാത്രിനും അവളുടെ പിന്നാലെ ആരോ തള്ളി വിട്ടെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. Forget it. നമുക്ക് ഈ ലൊക്കേഷൻ സെറ്റ് ആയിട്ടില്ല. എന്തെങ്കിലും ഒരു മിസ്റ്ററി മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് ചെയ്താലോ? എന്താ ബാസ്? ലൊക്കേഷൻ നമുക്ക് ഷിഫ്റ്റ് ചെയ്താലോ? എങ്ങോട്ടാ ബാസ്? എക്സോട്ടിക് ലൊക്കേഷൻ, ബ്യൂട്ടിഫുൾ ഐലാൻഡ്, കടലിൽ 1 hour ജേർണി. ഇവിടെ ഉണ്ടാവില്ല. എവിടെ പോയി? ഒരു പക്ഷെ അഡ്വാൻസ് മേടിച്ച് മുങ്ങിക്കാണോ? നമസ്കാരം സാറേ. ഓ, ദീപക്, ഇവനാണ് അന്ന് എന്നെ ചെകിടത്തടിച്ചത്. ജീവ. അവന്റെ മുഖം കണ്ടതും പ്രീതി റെക്കഗ്നൈസ് ചെയ്തു എന്ന് നീ പറയുന്നു. ബട്ട് ഹൂ പുഷ് റോമ ആൻഡ് കാത്രീൻ? അവൻ തന്നെ ആയിരിക്കും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നീ ആരാ? അവനെവിടെ? നിങ്ങളാണോ കടലിൽ പോണമെന്ന് ആഗ്രഹിച്ചത്? അവനെവിടെ? എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയവൻ അവനാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഓ, അങ്ങനെയാണോ? നിന്റെ പേരെന്താ? ജീവ. നിന്റെ പേര് പറയുമ്പോഴേക്കും എന്റെ പാതി ജീവൻ പോയി. നടക്ക്. ശരി, ഫോളോ മീ.
പക്ഷെ അവൻ ഞങ്ങളുടെ ഫ്രണ്ട്ലി ആയിരുന്നു. അന്ന് കടൽ പ്രക്ഷോഭം കുറച്ച് അധികമായിരുന്നു. അവൻ ഒരുത്തം തന്നെ ബോട്ട് കൺട്രോൾ ചെയ്തു. ഞങ്ങളെ സേഫായി ഐലൻഡിൽ കൊണ്ടാക്കുകയും ചെയ്തു. പിന്നെ ഫുഡ് എടുത്തിട്ട് വരാൻ ജോണി വിളിച്ചോണ്ടുപോയി അവൻ. ബാസ്, ഞാൻ ടൗണിലേക്ക് പോയിട്ട് എല്ലാവർക്കും ഭക്ഷണം മേടിച്ചോണ്ട് വരാം. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ അവരെവിടെയും പോവില്ല, നിങ്ങൾ വരൂ. ഓക്കെ അല്ലേ? എല്ലാവരും നോക്കിക്കോളും, നിങ്ങൾ വരൂ. പിന്നെ അവർ തിരിച്ചു വന്നിട്ടില്ല അല്ലേ? ഇല്ല, വന്നില്ല. ഗേൾസ്, ഗെറ്റ് റെഡി ഇൻ 1 hour. എവിടുന്ന് മാറ്റും ദീപക്? ഇത് ആളില്ലാത്ത ഐലൻഡാണ്. നിങ്ങൾ ആരും കാണാൻ പോകുന്നില്ല. യു ക്യാൻ ചേഞ്ച് എനിവേ. ഗുരു, ബോസ്, നീ മോണിഷയെ കൂട്ടിക്കൊണ്ടുവാ. ഞാൻ ലൊക്കേഷൻ കണ്ടിട്ട് വരാം. ഓക്കെ ബോസ്. അവനെ കാണാൻ എങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റോ? പറയാൻ പറ്റും സർ. വിജയ് സർ, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആർട്ടിസ്റ്റിനെ വിളിച്ച് സ്കെച്ച് റെഡിയാക്കൂ. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി വരാൻ പറയാം സർ. പിന്നെ വേറൊരാളെ അറസ്റ്റ് ചെയ്തല്ലോ, ആരാത്? അറിയില്ല സർ. ഐലൻഡിന്റെ അടുത്ത് സംശയാസ്പദമായി നിന്നു, അതുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. എന്തു പറഞ്ഞാലും വാ തുറക്കില്ല. ബ്രിങ് ഹിം, ഞാൻ സംസാരിച്ച് നോക്കട്ടെ. ഓക്കെ സർ. ദീപക്, താങ്ക് യു ഫോർ യുവർ കൈൻഡ് കോർപ്പറേഷൻ. ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം എൻക്വയറിക്ക് വേണ്ടി സ്റ്റേഷനിലേക്ക് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ യു മേ ഗോ. താങ്ക് യു. യെസ് സർ. ജീവ, സാർ, ഇവനാണെന്നാ പ്രീതി അടിച്ചത്. ഇവനാ ഭീഷണിപ്പെടുത്തിയത് സാർ. ഇവനാണ് ബോട്ടിൽ കൊണ്ടുപോയത്. ഇവനെ നിങ്ങൾക്കറിയോ? അറിയാം. ഞാനിവിടെ പോസ്റ്റിംഗിൽ ഉണ്ടായിരുന്നപ്പോ വൺ ഡേ ഐ വാസ് ഓൺ മൈ റൗണ്ട്സ്. എനിക്ക് ഒരു കൈ ഇങ്ങോട്ട്. കളി കേറി വരുന്നുണ്ട്. എത്ര നേരം ഇത് ഞാനേ പിടിച്ചോ, കളിച്ച ഇങ്ങനെ കളിക്കണ. അങ്ങനെ തന്നെ. എന്താ നടേ കളിക്കുന്നേ? ഈ കളിയിൽ എന്തായാലും ഞാൻ തന്നെ ജയിക്കും. എന്ത് ചീട്ടാണ് നീ ഇടുന്നേ? അങ്ങനെ ഇടറാ. ഏയ് നീ ഇടറാ. കളിയെ ഒരു പുക വന്നേ. കള്ളക്കളി കളിക്കാനാ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഒരു കാർഡ് എന്ത് കളിയാണ് കളിക്കുന്നത്? പോയിന്റ് നോക്കി കളിക്കണം. എല്ലായിടത്തും ഞാൻ കാണിച്ചു ഇപ്പൊ തന്നെ ജയിക്കും. എന്തായാലും കഴിഞ്ഞ കളിക്ക് കളിച്ച മണ്ടത്തരൊന്നും ഞാൻ കാണിക്കില്ല. എപ്പോഴും ഇതന്നെ പാചകം അടിക്കാണ്. ആരാ നിങ്ങളെല്ലാവരും? എവിടെയുള്ളവന്മാരാണ് നിങ്ങളൊക്കെ? ചീട്ടും കളിച്ച് കള്ളും കുടിച്ച് കഞ്ചാവ് കുടിച്ച് കൂത്തടിച്ചോണ്ടിരിക്കണോടാ? ഇവിടെ ഞങ്ങള് ദൈവത്തിന് തുല്യം ആരാധിച്ചോണ്ടിരിക്കുന്ന പ്രകൃതിയെ നിങ്ങള് നശിപ്പിക്കുന്നത് കണ്ട് നാട്ടുകാരെ ഞങ്ങൾ നോക്കിയിരിക്കുന്നു വിചാരിച്ചോടാ. ഞങ്ങൾക്ക് കയ്യൂക്കും കാര്യബലവും ഇല്ലെന്ന് വിചാരിച്ചോടാ. നിർത്തണ തെണ്ടികളെ. കാർഡ് എടുത്തിട്ടാ. നിങ്ങളിവിടെ അക്രമം കാണിക്കുന്നതുകൊണ്ടാണ് ഇവിടെ പക്ഷിമൃഗാദികളുടെ വംശനാശം സംഭവിക്കുന്നത്. ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടോ അതുപോലെ അവറ്റകൾക്കുമുണ്ട് സ്വാതന്ത്ര്യം. കേട്ടോടാ, ഇവൻ എവിടുന്നാടാ? നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ സർ? നിങ്ങൾ എല്ലാവരും കൂടി ആ പ്രകൃതിയെ നശിപ്പിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ആ പ്രകൃതി നിങ്ങളെയും നശിപ്പിക്കും. ശരി, അങ്ങനെ നിങ്ങളുടെ ഈ അട്ടഹാസ ചിരി ഇവിടെ നിർത്തിക്കോ. ഈ കള്ള്, കഞ്ചാവ്, സിഗരറ്റ്, പാൻ മസാല എല്ലാം മനുഷ്യ ജീവിതത്തെ നശിപ്പിച്ചു കളയൂടാ. ഒന്ന് കേൾക്കാം. എന്താ പറയുന്നത്? തെണ്ടികളെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഭൂമിക്കുള്ളിൽ
നിങ്ങളിലെ വായു വിഷബാധയാക്കി മാറ്റിക്കഴിഞ്ഞു. ഈ പ്രകൃതിയുടെ ശാപം ഒരിക്കൽ നിങ്ങൾ നേരിടേണ്ടി വരും. സൂക്ഷിച്ചോ. പ്രകൃതിയുടെ ശാപത്തിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് മുക്തി നേടാനാവില്ല. എടാ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് അഭിനയൊക്കെ കിട്ടുന്നത്? എവിടെ നിന്നാണ് പറയണം. ഞാനിത് വെറുതെ വിടുന്ന പ്രശ്നമില്ല. എല്ലാത്തിനെയും അഴിയണിച്ചു തന്ന കാര്യം. വലിയൊരു പ്രകൃതി സ്നേഹി പാഠം പഠിപ്പിക്കുന്നത് കേട്ട് പഠിക്കാന്ന് വെച്ചാ നീ ഞങ്ങളെ പോലീസിൽ പിടിപ്പിച്ചു കൊടുക്കാൻ നോക്കണോ നായിന്റെ മോനെ? തലയിൽ നല്ല പരുക്കുണ്ടായിരുന്നു. ഞാനാണ് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. അപ്പോഴാണ് ഇവന്റെ പേര് ജീവാണെന്ന് മനസ്സിലായത്. ബ്രെയിൻ നെർവ്സ് എല്ലാം ഡാമേജ് ആയിരുന്നു. ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഇവനെ കാണാതായി. അവനൊരു സൈക്കോ ആണെന്ന് ആ ഡോക്ടർ വാൺ ചെയ്തു. എവിടെ അന്വേഷിച്ചും അവനെ കിട്ടിയില്ല. ഒരു ദിവസം പുഴയുടെ അരികൾ ഇവിടുമായി വളുക്കട്ടവരുടെ ഡെഡ് ബോഡി കിട്ടി. അതിനുശേഷം ഞാനും മുംബൈയിലേക്ക് പോയി. ആ റൗഡികളുടെ മരണത്തിന് ഇവൻ കാരണമായിരിക്കുമോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞങ്ങളുടെ ആൾക്കാരെ കൊന്നതും ഇവൻ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്കൊരു സംശയമുണ്ട് സാർ. അതെ സാർ, എനിക്കും അവനെ തന്നെയാണ് സംശയം. സാർ, അവനെ എന്തൊക്കെ ചെയ്താലും വാ തുറക്കത്തില്ല സാർ. അടിച്ചു നോക്കി, ഇടിച്ചു നോക്കി, സംസാരിച്ചു നോക്കി, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വിദ്യയും ചെയ്തു നോക്കി. എന്നിട്ടും അവനൊരു അക്ഷരം മിണ്ടുന്നില്ല. ഇനിയൊരു വിദ്യയുണ്ട്, ഹിപ്നോട്ടിസം. ഇവനെ സബ് കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുപോയി അവന്റെ വായിലൂടെ തന്നെ എല്ലാ സത്യങ്ങളും കൊണ്ടുവരാൻ ട്രൈ ചെയ്യാം. ഈ ടെക്നിക് വർക്കൗട്ട് ആയില്ലെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ബ്രെയിൻ മാപ്പിംഗ് ഓർ നാക്കോ അനലൈസിസ്. ഓക്കെ? ഓക്കെ സാർ. ജീവ, ഞാൻ 10 വരെ എണ്ണും. നീ നന്നായിട്ട് കണ്ണടച്ചു. നീ ഇപ്പോ 10 ദിവസം പുറകിലോട്ട് പോകാൻ പോകുന്നു. 10 9 8 8 7 6 5 5 5 4 4 3 3 2 1. നീ ഇപ്പോൾ 10 ദിവസം പുറകോട്ട് പോയിരിക്കുന്നു. നിനക്കിപ്പോ കടൽ നന്നായിട്ട് കാണുന്നുണ്ട്. അതെ, ശരിയാണ് സാർ. ഇപ്പോ ആ ദ്വീപ് നിനക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. അതെ, മനസ്സിലാവുന്നുണ്ട്. ജീവ, നിന്റെ ബോട്ടിൽ 10 ദിവസങ്ങൾക്ക് മുമ്പ് ആരൊക്കെയാണ് വന്നത്? നീ അവരെ കൂട്ടിക്കൊണ്ടുപോയി എവിടെയാണ് വിട്ടത്? പറയൂ ജീവ, 10 ദിവസങ്ങൾക്ക് മുൻപ് എന്താണ് നടന്നത്? പറയൂ, പറയാൻ. അന്നത്തെ ആ ദിവസം
ആ ദിവസം La la la. റിലാക്സ് റിലാക്സ്. You stupid? ബോസ് നിങ്ങളെ കൂട്ടിട്ട് വരാൻ പറഞ്ഞു. വരൂ. വെരി നൈസ്. റിലാക്സ്. Thank you. കാതറിനോടെ? സാർ അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടവർ അന്വേഷിച്ച് പോയിരിക്കാന്നാ തോന്നുന്നത്. നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടു വാ. ഓക്കെ സാർ. ഓക്കെ സാർ. നല്ല ദാഹിക്കുന്നുണ്ടല്ലേ? ഹായ് ഹായ്. യെസ്. Ouch. വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. വേണ്ട.
ആ അറബി കുതിര എവിടെയാടാ പോയത്? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. എപ്പ നോക്കിയാലും ഫോണും ചെവി വെച്ചോണ്ട് സംസാരിച്ചോണ്ടേ ഇരിക്കും. അവളുടെ ബോയ് ഫ്രണ്ടിനെ സൊള്ളിക്കൊണ്ടിരിക്കുന്ന കാണിച്ച് നമ്മളെ വെറുപ്പിക്കുകയല്ലേ? എന്തുവാടെ ഇത്, അവളെ കാണുന്നില്ലല്ലോ. ബോസ് ആണെങ്കിൽ അന്വേഷിക്കുന്നുണ്ട്. ആഹാ, എന്നെ കൊണ്ട് ഇനി വയ്യ. എന്റെ കാലൊക്കെ നീര് വെച്ച് തുടങ്ങി. നമുക്ക് ഇവിടുന്ന് തന്നെ വിളിച്ചു നോക്കാം. കാത്രീൻ, കാത്രീൻ, എവിടെയാണ്? ഇവള് എങ്ങോട്ടേക്കാടാ പോയത്? അന്വേഷിച്ച് ബാക്കിയുള്ളവന്റെ കാലിന് വേദനയായി. ഓഹോ, ഇവളെ ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? ഓ, ഇനി എന്നെ കൊണ്ടൊക്കെ വയ്യ. നീ പോയി അന്വേഷിക്ക്. ഈ ജോലിനെക്കാളും 2 കന്നുകാലികളെ മേക്കായിരുന്നു. എടി മോളെ കാത്രീൻ, കാത്രീൻ, അയ്യോ, എവിടെയാടി കാത്രീൻ? ഇതിനു കൂടുതൽ ഇവള് വേറെ എവിടെ തപ്പണ്ടേ? ഇവളെവിടെയാണോ? കാത്രീൻ, കാത്രീൻ, എവിടെയാ ആർക്കറിയാം? വാ, നമുക്ക് പോകാം. നിക്കണവിടെ. നീയായിരുന്നോ? ഭക്ഷണം റെഡിയായോ? ഇവിടെ നല്ല തണുപ്പുണ്ടല്ലേ? വളരെ നന്നായിട്ടുണ്ടല്ലേ? യാ, ഇറ്റ്സ് വെരി ഗുഡ്. ഞാൻ ഇപ്പൊ വരാട്ടോ. ദീപക്, കാത്രീൻ എന്തേ? അതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ വിളിക്കാൻ പോയാലും കാണുന്നില്ല. പ്രീതി, നീ ഒന്ന് ചെയ്. നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. പ്ലീസ് പ്ലീസ് ദീപക്, എന്നെ ഒറ്റയ്ക്ക് പോവല്ലേ? അവൾ അന്വേഷിച്ചു പോയി 2 പേരും ഇതുവരെ വന്നിട്ടില്ല. പ്ലീസ് എന്നെ ഒറ്റയ്ക്കാക്കില്ലേ, എനിക്ക് പേടിയാവുന്നു. എന്നാ വാ.
Bloody hell. ഇപ്പൊ സമയം 2 ജോൺ ഇനി വന്നിട്ടില്ല. ഇതുവരെയ്ക്ക് ഒരു ജോലിയും കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുടിക്കാൻ വെള്ളമല്ല, കഴിക്കാൻ ഒരു കോപ്പുമില്ല. കൂടെ വന്നവരെ തേടി അലഞ്ഞ് ചാവേണ്ടിയിരിക്കുന്നു. വിളിച്ചു നോക്കാന്ന് വെച്ചാൽ നെറ്റ്വർക്കും കിട്ടുന്നില്ല. പ്രീതി, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആയേ പറ്റൂ. ഞാൻ അതിനൊരു വഴി കണ്ടെത്താം. ഓക്കെ ദീപക്, നോക്കിയേ, നിന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് വന്നേക്കാം, പേടിക്കണ്ട. ടേക്ക് കെയർ. ഞാനിപ്പോ വരാം. കമാൽ, ഗുരു, കാത്രിൻ, പ്രീതി, ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. വാ, അവിടുന്ന് പോവാം. പ്രീതി, പ്രീതി, എഴുന്നേക്ക് പോവാം. പ്രീതി, ആരാണ് നീ? ആരാ? എന്തിനാണ് അവളെ കൊന്ന്? ഞങ്ങളുടെ ആൾക്കാരെ നീ എന്ത് ചെയ്തു? കൊന്നോ നീ? എല്ലാവരെയും കൊന്നോ നീ? അവരൊക്കെ എന്ത് ചെയ്തു? എന്താണ് നിനക്ക് ചെയ്തവര്? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തോടാ. എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? നീ ഒരാണാണെങ്കിൽ പുറത്തോടാ. വാ, എന്നെ വന്ന് കൊല്ലു. വാ, വാടാ. ദീപക്, ഇവനെ ഞാൻ അവസാനം വരെ ഒബ്സർവ് ചെയ്തു. പക്ഷെ 2 പോയിന്റ് മാത്രം എനിക്ക് ക്ലാരിഫൈ ആയില്ല. ഒന്ന്, നിങ്ങളുടെ മാനേജർ എന്തായി? 2, നിന്നവൻ എന്തിനാണ് വെറുതെ വിട്ടത്? ലീവ് ഇറ്റ്. ആ വിജയ് സർ, ഇവന്റെ മേലെ FIR ഇട്ട് ഇവനെ കോർട്ടിലേക്ക് കൊണ്ടുപോകും.
I will prepare my report and come to okay, the court. Vanna pani തീർന്നു. Bye. I have to rush. Thank you very It's much. okay, Vijay. My wife is waiting. Take care. Bye, Deepak.